അഭിഭാഷകൻ ഈ പറയുന്ന പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബാർ അസോസിയേഷൻ സ്വീകരിച്ചത്. ആ സമയത്ത് അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് നമുക്ക് നിയമ നടപടി എടുക്കാം. വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു ലോയറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലപാടിലാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കോടതിയിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വക്കീൽ ഓഫീസാണ്, അങ്ങനെ ഒരു ഇതില്ല. അവര് പാർട്ടിപരമായിട്ട് സാറ് പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആളാണ്. ഈ പറഞ്ഞ പ്രസിഡന്റ് നമ്മുടെ സെക്രട്ടറിയുടെ കൂടെ ഇലക്ഷൻ ടൈമിലായാലും ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട്. മേ ബി അതിൻ്റെ ഒരു സോഫ്റ്റ് കോർണർ ആയിരിക്കാം. അദ്ദേഹം ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ അഡ്വക്കേറ്റ്സ് ഒക്കെ എന്ത് വന്നാലും അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ ഞാനും ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവർക്ക് പിന്നെ അതിൽ കൂടുതൽ ഒരു, പക്ഷെ അതിനകത്ത് കയറി പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള നിലപാട് അവർ തീർത്തും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ ആരോപണം പറഞ്ഞപ്പോഴും ബാർ അസോസിയേഷൻ പറയുന്നത് അത് വെറും ആരോപണമാണ്, അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും. അവിടെ ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ ഉണ്ടായിരുന്നത്. ഒത്തിരി ആൾക്കാർ, എനിക്കറിയത്തില്ല അവിടെ ആരൊക്കെ അഡ്വക്കേറ്റ്സ് ആയാലും മറ്റ് ഓഫീസിൽ വന്ന ക്ലയൻസ് ആയാലും എൻ്റെ വീട്ടിൽ നിന്നായാലും ഇവൻ ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് അറിഞ്ഞു വന്നവരായാലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അവർ ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞത്. ഇതിനകത്ത് കയറി ഒരു വക്കീലിനെ പോലീസിന് കൊണ്ടുപോകാൻ പറ്റില്ല. വള്ളക്കടവ് സാറാണ് അത് പറഞ്ഞത്. അപ്പോൾ അത് പറ്റത്തില്ല. പിന്നെ അവരകത്ത് കയറി ക്യാബിനിൽ കയറി അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ വന്നു. തോന്നിയത് ഈ പ്രതിയെ പിടിച്ച് വക്കീലന്മാരെ പോലീസിനെ കൈമാറണമെന്ന് തോന്നിയിരുന്നില്ലേ ആ സമയത്ത്? ഓഫീസിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് അത് തന്നെയായിരുന്നു എൻ്റെ ആവശ്യം. ഓഫീസിൽ വന്ന് കൊണ്ടുപോട്ടെ, തെറ്റ് ചെയ്യാത്ത ഒരാളല്ലല്ലോ. എന്നെ കാണുന്നവരെല്ലാം, ഞാനൊന്നും പറയണ്ട, ഇത് കാണിച്ചാൽ മതി. ഈ എന്നെ അറിയുന്നവർക്കറിയാം. വഞ്ചിയൂരിലെ ഏത് അഡ്വക്കേറ്റിനോട് ചോദിച്ചാലും അറിയാം ഞാൻ എങ്ങനെയാണ്, ഞാൻ കോടതിയിൽ എങ്ങനെയാണ്, ഞാൻ ഓഫീസിൽ എങ്ങനെ ആയിരുന്നു. എൻ്റെ ഡെലിവറി ഒക്ടോബർ 10. ഒക്ടോബർ 9 വരെയും ഓഫീസിൽ പാറ്റൂർ പോക്സോ കോടതിയിൽ ഞാൻ പോയി. 1 മണിക്ക് ശേഷമാണ് ഞാൻ അന്ന് ഓഫീസിൽ തന്നെ കോടതിയിൽ നിന്ന് എത്തുന്നത്. തൊട്ടടുത്ത ദിവസം വെളുപ്പിന് എന്നെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം, എല്ലാവരും സാറും സമ്മതിക്കുന്ന കാര്യമാണ്. എല്ലാവരും പറയുന്നത് ഇത്രയും, കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട്, എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയും ഇഷ്ടപ്പെട്ട് വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല ഞാനൊരു ലോയർ ആവുന്നതിനോട്, ആർക്കും താല്പര്യമില്ല. വീട്ടിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ്. എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല. മാനേജ്മെൻറ്റ് കോട്ടയിലാണ് ഞാൻ പഠിച്ചത്. ഒരു സെമ്മിൽ പോലും ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല. അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും ഇഷ്ടത്തോടെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ആകെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർക്കിലൊന്നും ഞാൻ അതിപ്പോൾ സാറായാലും എൻ്റെ ഓഫീസിലുള്ളവരായാലും ഈവൻ ജഡ്ജസിന് പോലും, ഞാൻ സ്ഥിരം പോകുന്ന മജിസ്ട്രേറ്റ് കോടതിയിലായാലും പോക്സോ കോടതിയിലെ ജഡ്ജസിനെ പോലും എന്നെ അറിയാം. ഞാൻ അവിടെ കേസ് പ്രസൻറ്റ് ചെയ്യുന്നതായാലും എല്ലാവർക്കും, അത് ക്ലർക്ക് ആയിക്കോട്ടെ, അഡ്വക്കേറ്റ്സ് ആയിട്ട്, അതുകൊണ്ട് അവർക്കാർക്കും ആരോട് വേണോ ചോദിക്കാം. ഒരു മോശം അഭിപ്രായം അല്ലെങ്കിൽ ഒന്നുകിൽ കേസ് ഇപ്പോൾ ഇത്രയും ഇങ്ങനൊരു പ്രതികരണം, ഒന്നുകിൽ കേസ് ഞാൻ എന്തെങ്കിലും സാറിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണം, അതല്ലെങ്കിൽ സാറിൻ്റെ ക്ലയൻസിനെ ഞാൻ എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ക്ലയൻസിനെ മാറ്റി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സാറിൻ്റെ പഴയ ഒരു ജൂനിയർ വീണ്ടും തിരിച്ചു വന്നു. 3 വർഷം ഞാനാ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഇല്ലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ഒരു 3 വീക്സ് ആയിട്ടേ ഉള്ളൂ. അവർ വന്നിട്ട് അവർക്ക് എന്നോട് ഇതുവരെ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല. സാറ് സ്ഥലത്തില്ലാതിരുന്നപ്പോൾ വിളിച്ചിട്ട് ഞാൻ ഫയൽ മുഖത്തൂടെ വലിച്ചെറിഞ്ഞു എന്നിങ്ങനൊരു കള്ളം പറയേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ സാറ് അത് കേൾക്കാത്ത പാതി എന്നെ ഉടനെ ഓഫീസിൽ വരണ്ടെന്ന് പറയാം. അതിനെ ഞാൻ എന്തുകൊണ്ട് 3 വർഷം ഉണ്ടായിരുന്നതാണ്. സാറ് അവിടെ ഉണ്ടായിരുന്ന മിക്ക ജൂനിയറിനോടും ഇതാണ്, അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള എല്ലാവരോടും അതാ. പെട്ടെന്ന് വിളിച്ചിട്ട് പറയും നാളെ മുതൽ ഓഫീസിൽ വരണ്ട. അവരൊക്കെ പേടിച്ചിട്ട് ഓക്കെ നിർത്തും. ഇപ്പം ഞാൻ 3 വർഷം ഉണ്ടായി, എനിക്കറിയണം എന്ത് കാരണത്താലാണ് എന്നെ പിരിച്ചു വിട്ടതെന്നുള്ളത്. അത് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, അത് സാറ് ഒത്തിരി സോറി പറഞ്ഞു, അമ്മയെ വിളിക്കാം, ഹസ്ബൻഡിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ബേസിസിലാണ് ഞാൻ തിരിച്ച് ഓഫീസിൽ പോയത്. എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയുക, ഞാനും പോകുന്നില്ല, ഞാനിനി CA പഠിക്കാൻ പോവാം, എനിക്കിനി അത്ര ഇഷ്ടപ്പെട്ട് വന്ന പ്രൊഫഷനാണ്. എന്നിട്ട് പോലും എനിക്ക് വേണ്ട, ഞാൻ CA പഠിച്ചോളാം, എനിക്കിനി പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നിട്ടും അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നു.
വന്നപ്പോഴാണ് ഈ അഡ്വക്കേറ്റ് മിഥുനെയാണ് ഓക്കെ സാറിനോട് ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞത്. അത് പറഞ്ഞത് ഓക്കെ, അത് അവരുടെ ക്യാരക്ടർ, അവരെനിക്കെതിരെ പറഞ്ഞു. പക്ഷെ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം സാർ അന്വേഷിച്ചില്ല. എന്നോടെന്നല്ല, ഓഫീസിലെ മറ്റൊരു സ്റ്റാഫിനോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് എന്നോട് നാളെ മുതൽ വരണ്ട. അതേ ഞാൻ വന്നില്ല, ഞാൻ 2 ദിവസം വന്നില്ല. അതേ സാറ് തൊട്ട് വെള്ളിയാഴ്ച വിളിച്ചിട്ട് അബദ്ധം പറ്റിയതാണ്, സോറി, എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോഴുള്ള ദേഷ്യത്ത്, ഇതും എനിക്കറിയാം, ഇതും സാറ് ദേഷ്യത്ത് ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ദേഷ്യത്ത് ഞാൻ പറഞ്ഞു സാറ് വാൺ ചെയ്യുക. അപ്പോൾ സാറിന് പറ്റില്ല എന്ന് പറഞ്ഞു. സാർ ഇറങ്ങിപ്പോകാൻ നിന്നു. സാർ എനിക്ക് സംസാരിക്കണം, സാറ് വാൺ ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്ക് വാൺ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്തിട്ട് പോവാം, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അപ്പോഴാണ് സാറിന് പെട്ടെന്ന് സാറിൻ്റെ മുന്നിൽ നിന്ന് സാറ് പറയില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ദേഷ്യം, സാറിൻ്റെ ദേഷ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ആ ഒരു ദേഷ്യത്തിന് അടിച്ചതാണ്. നീതി നിഷേധം അവിടെ ഉണ്ടായോ? ഇന്നൊരു നീതി നിഷേധം, അതായത് അവിടെ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, പോലീസ് വരുന്നു, പക്ഷെ പിടികൂടാൻ കഴിയുന്നതാണ്. അപ്പോൾ അവിടെ ഒരു സ്ത്രീക്ക് നീതി നിഷേധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായോ? ഒരു അഭിഭാഷ കൂടിയാണല്ലോ. നീതി നിഷേധിക്കാന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഒരു വക്കീൽ ഓഫീസിൽ കയറി ഒരു വക്കീലിനെ കൊണ്ടുപോകുമ്പോൾ അത് എല്ലാ അഭിഭാഷകർക്കും അതൊരു ഇൻക്ലൂഡിങ് മീ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ആണല്ലോ. എത്രയായാലും വക്കീലന്മാരല്ലേ, മേ ബി അതുകൊണ്ടായിരിക്കാം അവർ അത്തരത്തിൽ. ഇല്ല എല്ലാവരും വിളിക്കുന്ന എല്ലാവരും പറയുന്നത് ഒരു ഒത്തുതീർപ്പിനും നിൽക്കരുത്, നിയമ നടപടി എന്താണോ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവാന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ അടി മാത്രമല്ല, മുൻപും ഇയാൾ ഇങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട്. മുൻപ് മർദ്ദിച്ചിട്ടുണ്ട്. അത് ഇത്രയ്ക്കും റോസ്റ്റല്ല, അത് മർദ്ദനം, മുഖത്ത് കൈവച്ചു, അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത്. പക്ഷെ അതെ ഗർഭിണിയായിരുന്ന സമയത്താണ് അത്. ഇതുപോലെ കോടതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, കോപ്പി ആപ്ലിക്കേഷൻ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഓഫീസിൽ ഇതുവരെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരും ഇതുവരെ വന്നു പോയിട്ടുള്ളവർക്കും ഞാൻ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. സാറിന് ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണ്. ഷാമിലി, ഒരു അഭിഭാഷകയായതുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ ഈ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് പര്യാപ്തമാണ്? കാരണം ഇപ്പോൾ എഫ്ഐആറിൽ 2-3 വകുപ്പുകളുണ്ട്. 115 ക്ലോസ് 2-ഉം 126 ക്ലോസ് 2-ഉം 74-ഉം. ഞാൻ കൊടുത്ത മൊഴിയുടെ ഞാൻ അവിടെ എന്താണോ നടന്നത് അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടിയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്താമായിരുന്നതല്ലേ? ഞാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇനി കൂടുതൽ വകുപ്പുകൾ അവർ അന്വേഷിക്കുന്നുണ്ട്. ഇനി കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ പറ്റുമെങ്കിൽ അവർ മെഡിക്കൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഫ്രാക്ചർ ഉണ്ടെന്നായിരുന്നു ഇന്നലെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാക്ചർ ഉണ്ടെങ്കിൽ വീണ്ടും സെക്ഷൻ മാറും. അതായത് പ്രതി ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒളിവിൽ നിൽക്കുകയാണല്ലോ, അടിയന്തരമായി പിടികൂടണ്ടേ? അത് പിടികൂടണം അടിയന്തരമായിട്ട് തന്നെ. അത് പക്ഷേ പോലീസ്, എൻ്റെ അറിവിൽ പോലീസ് വളരെ നന്നായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത്. പിടികൂടിയാലും പെട്ടെന്ന് പ്രതിക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള എഫ്ഐആർ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു അഭിഭാഷക എന്ന നിലയിൽ ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പോലീസ് രേഖപ്പെടുത്തണം. അതൊക്കെ രേഖപ്പെടുത്തി വേണ്ട എഫ്ഐആർ. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ബാർ കൗൺസിലിൽ കംപ്ലൈന്റ് പോയിട്ടുണ്ട്. ഡിസിപ്ലിനറി ആക്ഷൻ എന്തായാലും ഉണ്ടാകും. ഞാൻ ആസ് എ ലോയർ ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് ഇപ്പോൾ പോലീസ് ഇനിയൊരു നോൺ ബെയിലബിൾ ഓഫൻസ് ഇട്ടാലും ജയിലിൽ പോകും. അതിനേക്കാൾ അദ്ദേഹം യൂണിഫോം മൂരി വെക്കുന്ന തരത്തിലുള്ള നടപടികൾ ബാർ അസോസിയേഷന്റെയും ബാർ കൗൺസിലിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. വരരുതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് അത്രയേ ഉള്ളൂ. ഇനി എന്നെ അടിച്ചു, ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും അടിച്ചോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ജൂനിയേഴ്സിനോട് അത്രയും ഷൗട്ട് ചെയ്ത് ദേഷ്യം വരുമ്പോൾ സാറിന് അറിയില്ല എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അത്രയും ദേഷ്യത്തെ എന്നോട് മാത്രമല്ല എല്ലാ ജൂനിയേഴ്സിനോടും. ഫയൽസ് ഇല്ല, പരാതി കൊടുത്തില്ല. മർദ്ദനം എന്ന് പറഞ്ഞാൽ ഇത്രയും റോസ്റ്റ് അങ്ങനെ പാടുവരികയോ ഇതുപോലെ തന്നെ സോറി അത് ദേഷ്യത്ത് പറ്റിപ്പോയതാ. പിന്നെ അത് ആരും കണ്ടുമില്ല, അത് ക്യാബിനകത്ത് വെച്ചിട്ടായിരുന്നു. അത് ഈ പറഞ്ഞ ഒരു നിസ്സാര കാര്യത്തിനാണ്. കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടില്ല എന്ന് പറഞ്ഞ് ഫയൽസ് വലിച്ചെറിയുക. അപ്പം ഞാൻ ചോദിച്ചു സാർ എന്തിനാ ഇങ്ങനെ, അതായത് സാർ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യും, അത് നമുക്കിഷ്ടപ്പെടില്ല, അതിനെ പ്രതികരിച്ചാൽ അപ്പോൾ ദേഷ്യം വന്നിട്ട് ദേഷ്യത്തിൻ്റെ പുറത്ത് കംപ്ലീറ്റ്ലി ദേഷ്യത്തിൻ്റെ ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നത് ഇതും അങ്ങനെ തന്നെ ചെയ്തതാണ്. അതിലൊരു സംശയം ഇല്ല. ഞാൻ പോലീസിനോട് കൊടുത്ത മൊഴിയിലായാലും ഞാൻ മീഡിയാസിനോട് പറഞ്ഞതും കൈകൊണ്ട് തന്നെ മർദ്ദിച്ചു എന്നാണ്. കൈകൊണ്ട് തന്നെയാണ് മർദ്ദിച്ചത്. കയ്യിൽ റിങ്ങോ കീയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൈകൊണ്ട് തന്നെയാണ് മർദ്ദിച്ചത്. പിന്നെ സാർ എയർഫോഴ്സിലായിരുന്നു, അപ്പോൾ തോക്ക് പിടിച്ചിട്ടുള്ള കൈയാണ്. പിന്നെ
കടൽ പണിക്കൊക്കെ മുമ്പ് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അത്രയും അതുകൊണ്ടായിരിക്കും എല്ലാവരും വന്നിട്ട് ചോദിക്കുന്ന അതാ കൈകൊണ്ട് തന്നെയാണോ അടിച്ചത്, ചുമരിൽ പിടിച്ച് ഉരച്ചോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു. സീനിയർ അഭിഭാഷകൻ ബെയിലിൻദാസിന്റെ മർദ്ദനമേറ്റ ജൂനിയർ അഭിഭാഷക ശ്യാമിലി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തിയുണ്ട്, എത്രയും വേഗം തന്നെ പ്രതിയെ പിടികൂടുമെന്നതാണ് പ്രതീക്ഷ. അഭിഭാഷക അസോസിയേഷൻ സെക്രട്ടറിക്കെതിരെയും അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ വളപ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുത് എന്ന നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഒരുപക്ഷെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ പിടികൂടാമായിരുന്നു എന്ന് പറയുകയാണ്. വളരെ വേഗം തന്നെ പ്രതിയെ പിടികൂടും, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ശ്യാമിലി വ്യക്തമാക്കിയത്.